പഠന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് രക്ഷിതാക്കൾ വന്ന് പറയുന്ന പരാതിയിൽ ഒന്നാണ്, പഠനത്തിൽ ഇവൻ പിറകോട്ട് പോകുന്നുണ്ട്, അലസതയുണ്ട്, മടിയുണ്ട്, ഉന്മേഷം തീരെയില്ല. ഈ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് പരിഗണനയാണ്. പ്ലീസ് ലുക്ക് മീ. അവരുടെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വാചകമാണത്. പ്ലീസ് ലുക്ക് മീ, എന്നെ ഒന്ന് പരിഗണിക്കൂ എന്നുള്ളത്. ഈ പരിഗണനയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പാർപ്പിടം കൊടുക്കുന്നുണ്ട്, അങ്ങനെ അവരാഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് പരിഗണനയിൽ പെടുന്നതാണ്. ബട്ട് കുറച്ചുകൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക്, കുട്ടികളുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കുട്ടികളുമായിട്ട് നമുക്ക് സംസാരിക്കുക എങ്ങനെ? സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയോട് നമ്മൾ പലതും ചോദിക്കും, അവിടെ നിർത്തും അല്ലെ? ടീച്ചർ എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്, ഇന്ന് എന്തായിരുന്നു സ്കൂളിലുള്ള വിശേഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടിയോട് പറയും. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. എങ്ങനെയെന്നല്ല, വീടുകളിൽ ഒരു ക്വാളിറ്റി ടൈം സെറ്റ് ചെയ്തെടുക്കുക. എന്താണ് ഈ ക്വാളിറ്റി ടൈം? വീട്ടിലുള്ള കുട്ടികളും അമ്മയും അച്ഛനും ഗ്രാൻഡ്മയും ഗ്രാൻഡ് ഫാദറും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കുന്ന ഒരു ടൈം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. ആ സംസാരത്തിൽ കുട്ടികളുടെ കാര്യങ്ങളോ പഠനത്തിന്റെ കാര്യങ്ങളോ ഒന്നും സംസാരിക്കണം. എന്ത് സംസാരിക്കണം? വീട്ടിലെ വിശേഷങ്ങളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം സംസാരിച്ചിട്ട് കളികളും ചിരികളുമായിട്ട് ആ ഒരു സംസാരം, ആ ഒരു ക്വാളിറ്റി ടൈം വീടുകളിൽ സെറ്റ് ചെയ്യാം. എങ്കിൽ നമ്മുടെ മക്കൾക്ക് ചിന്തിക്കാനും പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകാനും ഇത് കാരണമാകും. അവർ ഉന്മേഷത്തോടു കൂടിയിട്ട് പഠന നിലവാരം ഉയരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് ആളുകൾക്കൊരു വിഷയം എന്ന് പറയുന്നത്, കുട്ടികൾ സംസാരിക്കുന്നില്ല, ആളുകളോട് സംസാരിക്കുന്നില്ല, പുറത്തുള്ള ആളുകളോട് സംസാരിക്കുന്നില്ല, ആരെങ്കിലും അതിഥികൾ വന്നാലൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ്, റൂമിന്റെ ഉള്ളിൽ പോയി നിൽക്കുകയാണ്. ഈ രീതിയിലൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? കുട്ടികൾക്ക് എങ്ങനെ സംസാരിക്കണം എന്ന് കുട്ടികൾക്ക് അറിയുന്നില്ല. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അത് അഡ്വൈസ് ചെയ്താൽ മാത്രം പോരാ, മാതാപിതാക്കൾ അത് കാണിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അതുകൊണ്ട് തന്നെ ഈ ക്വാളിറ്റി ടൈമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സാമൂഹികമായിട്ട് കുട്ടികൾ എങ്ങനെ ഇടപെടണം എന്നുള്ളത് ഈ ക്വാളിറ്റി ടൈമിലൂടെ കിട്ടുന്നതാണ്. സംസാരിച്ച് കുട്ടികൾ പഠിക്കട്ടെ, അവരോട് ചോദിക്കുക, അവരുടെ കാര്യങ്ങൾ അവർ പറയുന്നത് കേൾക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ കുട്ടികൾ ഉഷാറാകും.